വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പല സഹോദരങ്ങളും ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടവരുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രബോധകൻ ഒരു ചെറിയ അപകടം സംഭവിച്ച് ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് പ്രയാസകരമായ ഒരവസ്ഥയിലാണ്. ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട സഹോദരൻ ഇന്ന് മരണപ്പെട്ടു. റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് കുടുംബം എന്നത്. ഭാര്യയും മക്കളും മാതാവും പിതാവും അടങ്ങുന്ന കുടുംബമെന്ന നിഅമത്ത് അതൊരു വലിയ അനുഗ്രഹമായി തന്നെയാണ് അല്ലാഹു റസൂലുമെല്ലാം പരിചയപ്പെടുത്തി. ഒരു കുടുംബത്തിന്റെ ഉദ്ദേശം കേവലമായ ഏതാനും വർഷങ്ങൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നത് മാത്രമല്ല. നാം ഇവിടെ എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്കാർക്കും അറിയില്ല. ആ തുച്ഛമായ കാലങ്ങൾ ഒരു നല്ല വീട് വെച്ച് സൗകര്യങ്ങളുണ്ടായി അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചാലെല്ലാമായി എന്നല്ല ഒരു വിശ്വാസി കണക്കാക്കണം. ഈ ദുനിയാവിലും ശേഷമുള്ള ബർസഖി ലോകത്തും നാളെ പരലോകത്തുമൊക്കെ നമുക്ക് കൂട്ടാകുന്ന ഒരു കുടുംബമാണ് വിശ്വാസി ആഗ്രഹിക്കുന്നത്. അതിന് ദീനിയായ അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാകണം, മക്കൾക്ക് ലഭിക്കണം, ഭാര്യമാർക്ക് ലഭിക്കണം. അതാണ് അടിസ്ഥാന പരിഹാരം. അതിനായി കുടുംബനാഥൻ പ്രാർത്ഥിക്കണം, കുടുംബനാഥനത്തിന് വേണ്ടി പരിശ്രമിക്കണം. രണ്ടും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ഓതിവെച്ച ആയത്തും ആ ആശയമാണ് അറിയിക്കുന്നത്. എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളെ ശരീരത്തെ സംരക്ഷിക്കണം എന്നാണ്. നിങ്ങൾ സ്വന്തം ശരീരങ്ങളെ നരകത്തിൽ നിങ്ങൾ കാക്കണം. മാത്രമല്ല നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്നാണ്. കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ് എന്നർത്ഥം. അവനവന്റെ കാര്യം അവനവൻ നോക്കുക എന്നതിനപ്പുറത്ത് ഒരു കുടുംബനാഥന് തന്റെ ഭാര്യയെ തന്റെ മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന അതിൽ പരിശ്രമിക്കേണ്ടുന്ന ഉത്തരവാദിത്തം കൂടി ഉണ്ട് എന്നാണ് ഈ ആയത്തിനെ പഠിപ്പിക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. എന്നിട്ട് അല്ലാഹു തആല ആ നരകത്തിന്റെ ഭയാനകത കൂടെ ഓർമ്മപ്പെടുത്തി. ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരാണ്,
കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിന് കാവൽക്കാരായിട്ടുള്ളത് കഠിനന്മാരായ പരുക്കന്മാരായ മലക്കുകളാണ്. ലാ യഅ്സുനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹു കൽപ്പിച്ചതെല്ലാം പ്രാവർത്തികമാക്കുന്ന, ആ കൽപ്പനയ്ക്കൊന്നും എതിര് പ്രവർത്തിക്കാത്ത മലക്കുകളാണ് ആ നരകത്തിലെ കാവൽക്കാരായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, അവർ നാളെ നരകത്തിന്റെ വിറകായി മാറുന്നത് സഹിക്കാൻ നമുക്ക് സാധ്യമല്ലല്ലോ. ദുനിയാവിൽ അവർക്ക് പ്രയാസമുണ്ടാകുന്നത്, അവർക്ക് വിഷമുണ്ടാകുന്നത്, മാനസികമായി പോലും അവർ വേദനിക്കുന്നത് സഹിക്കാൻ കഴിയാത്തവരാണ് നമ്മളൊക്കെ. എങ്കിൽ നമ്മുടെ പൊന്നോമന മക്കൾ ആ ഭയാനകമായ നരകാഗ്നിയിൽ വെന്തെരിയുന്ന, അത് കാണേണ്ടി വരുന്ന ഒരു പിതാവായി മാറുക എന്നത് നമ്മിൽ ആർക്കാണ് സഹിക്കാൻ കഴിയുക? ഏറെ പ്രിയപ്പെട്ട ഭാര്യയും ഉമ്മയും ബാപ്പയും അടക്കമുള്ളവർ നാളെ നരകത്തിന്റെ വിറകായി മാറുന്നത്. അതിന്റെ ഇന്ധനം മനുഷ്യരാണ് എന്ന് പറഞ്ഞ മനുഷ്യർ നമ്മളൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് നരകത്തിലേക്ക് ഇന്ധനമായി പോകുന്ന, നരകത്തിന്റെ വിറകായി ഉപയോഗിക്കുന്ന ഒരു അംഗം നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവുക എന്നത് സഹിക്കാൻ കഴിയാത്ത അങ്ങേറ്റം പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് നിങ്ങളുടെ ശരീരം മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെ കൂടി നിങ്ങൾ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ എന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ ആ നിലത്തിൽ നമുക്കെത്ര സാധിക്കാറുണ്ട് എന്ന ഒരു ആലോചന ഞാനും നിങ്ങളും നടത്തേണ്ടതുണ്ട്. ദീനിന്റെ വഴി പക്ഷേ നമ്മളൊക്കെ ഉണ്ടായേക്കാം. നമുക്ക് പള്ളിയുമായി ബന്ധമുണ്ട്, നമ്മൾ ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്, വ്യത്യസ്തമായ സംരംഭങ്ങൾ നാം അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ ഉത്തരവാദിത്തമുള്ളവർ ആ വഴി എത്രയുണ്ട്? അല്ലാഹുവിന്റെ കിതാബ് ഞാൻ പഠിക്കുമ്പോൾ എന്റെ മക്കൾ അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുന്നുണ്ടോ? എന്റെ ഭാര്യ ആ ഖുർആൻ വഴി ജീവിക്കുന്നുണ്ടോ? എന്റെ ഭർത്താവ് ഈ ഒരു വഴിയിലേക്കാണോ പോകുന്നത് എന്നൊരു ആലോചന. സഹാബിമാർ ഭാര്യമാരെയും മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് പോയത് മറ്റൊന്നിനുമായിരുന്നില്ല. സുബഹിക്ക് പോലും ഇശാഇന് പോലും അവരുടെ ഇണകളും മക്കളും അവരുടെ കൂടെ പള്ളിയിലുണ്ടാകുമായിരുന്നുവെന്നാണല്ലോ സഹാബത്തിന്റെ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നബിതങ്ങൾ പറഞ്ഞതാണ്, ഒരാൾക്ക് അല്ലാഹു തആല ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാതെ വഞ്ചന കാണിച്ചുകൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അല്ലാഹു തആല അവർക്ക് സ്വർഗം ഹറാമാക്കാതിരിക്കുകയില്ല എന്നാണല്ലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നത്. നബിതങ്ങളുടെ ഭാര്യമാർ, സ്വഹാബത്തിന്റെ ഭാര്യമാർ, അവരൊക്കെ സുബ്ഹി ജമാഅത്തിന് പോലും ഇശാ ജമാഅത്തിന് പോലും പള്ളിയിൽ വരാറുണ്ട് എന്നത് അതിന് കൂടെ നമ്മൾ ചെലവായിക്കാം. മക്കളെ കാണിക്കാൻ നബിതങ്ങൾ പറഞ്ഞു, മുറു ഔലാദകും ബിസ്സലാ വഹും അബ്നാഉ 7 സിനീന, നിങ്ങളെ മക്കൾ 7 വയസ്സ് പ്രായമാകുമ്പോൾ നിങ്ങൾ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ്. വദരിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീന, 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കണമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. 7 വയസ്സായ മക്കൾക്ക് നിസ്കാരം നിർബന്ധമില്ല. എന്നാൽ 7 വയസ്സായ മക്കൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകാര്യമാണ് എന്നാണ്. വകതിരിവാകുന്ന പ്രായമാണ് 7 വയസ്സ്. 7 വയസ്സായ നിസ്കാരം സ്വീകരിക്കപ്പെടും. 7 വയസ്സിന് മുമ്പ് അത് സ്വീകരിക്കപ്പെടുകയില്ല. 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കാരം സ്വീകരിക്കപ്പെടും, എന്നാൽ നിർബന്ധമില്ല. പക്ഷെ ആ സമയത്ത് തന്നെ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ്. 7 വയസ്സായ മക്കളോട് നിസ്കരിക്കാൻ പറയണം. 7ാമത്തെ വയസ്സിലും 8ാമത്തെ വയസ്സിലും 9ാമത്തെ വയസ്സിലുമൊക്കെ ആ ഉപദേശം തുടർന്നുകൊണ്ടേയിരിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ല എങ്കിൽ
നിങ്ങൾ അവരെ അടിക്കണമെന്നാണ് ഉമ്മയോട് ബാപ്പയോടുള്ള കൽപ്പന. എത്ര പേർ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്? 7 വയസ്സായ മക്കളുണ്ട് നമുക്ക് പലർക്കും വീട്ടിൽ. 7 വയസ്സാകുമ്പോൾ മോനെ നിസ്കരിക്കണം, മോളെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളെ കൂടെ മക്കളെ കൂടെ കൂട്ടാൻ സാധിക്കാറുണ്ടോ? ആ മക്കളെയും വിളിച്ചുണർത്തി അവരെയും കൂട്ടി പള്ളിയിൽ പോയി പള്ളിയുമായുള്ള ബന്ധം ചെറുപ്പത്തിലെ ശീലമാകട്ടെ എന്ന ആ രീതി നമ്മൾ കാണിക്കാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഖുതുബ നിർവഹിക്കുമ്പോഴാണ് പേരക്കുട്ടികളെ ഹസനും ഹുസൈനും മുട്ടുകുത്തി പള്ളിയിലേക്ക് വരുന്നത്. നബിയുടെ വീടും പള്ളിയുമായുള്ള ബന്ധം അങ്ങനെയാണല്ലോ. ഒരു വാതിലപ്പുറത്ത് നബിയുടെ താമസമാണ്, ഇപ്പുറത്ത് നബിയുടെ പള്ളിയുമാണ്. അപ്പുറത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ താമസമുള്ളത്. നബി ഞങ്ങൾ ഖുതുബ നിർവഹിക്കുമ്പോഴാണ് മക്കൾ രണ്ടുപേരും പള്ളിയിലേക്ക് ഇങ്ങനെ വാതിൽ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്ന് ഇറങ്ങി ആ മക്കളെ എടുത്ത് അവരെയും എടുത്തുകൊണ്ടാണ് പിന്നെ മിമ്പറിൽ കയറുന്നത്. ഇതെന്റെ പേരമക്കളാണ്, ഞാനവരെ സ്നേഹിക്കുന്നു, നിങ്ങളും അവരെ സ്നേഹിക്കണമെന്ന് നബി ഞങ്ങൾ പ്രഖ്യാപിച്ചത് ആ മിമ്പറിൽ വെച്ചായിരുന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പ്രവാചകൻ സുജൂദിലേക്ക് പോകുമ്പോൾ പുറത്തു കയറി കളിക്കുന്ന പേരമക്കളെ കുറിച്ച് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി ഞങ്ങൾ നിസ്കാരത്തിൽ സുജൂദ് ദീർഘിപ്പിക്കുകയാണ്. അവർ കളിക്കട്ടെ, അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല, ആ സുജൂദ് ദീർഘിപ്പിക്കുകയാണ്. അങ്ങനെ കളിച്ച് അവർ ഇറങ്ങിപ്പോകുമ്പോഴാണ് നബി ഞങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് ഹദീസിൽ കാണാൻ കഴിയുന്നു. വിശുദ്ധ ഖുർആനും നമ്മുടെ ആവശ്യപ്പെട്ട കാര്യമാണ്. നബിയുടെ പ്രത്യേകമായി പറഞ്ഞു, എന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കണം, നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നതാണ്. നിസ്കരിക്കാൻ കുടുംബത്തോട് കൽപ്പിക്കണം. ആ കാര്യത്തിൽ നീ ക്ഷമ അവലംബിക്കണമെന്നാണ് അല്ലാഹു പ്രത്യേകമായി എടുത്തു പറയുന്നത്. നമ്മൾ എത്ര പേർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം ചെറിയ പ്രായത്തിലെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. മകൻ നൽകുന്ന ഉപദേശങ്ങൾ എന്ന പേരിൽ അല്ലാഹു നമുക്ക് അവതരിപ്പിച്ച് പഠിപ്പിച്ചു തന്നു. ഒന്നാമത്തെ ഉപദേശം തന്നെ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, ഒരിക്കലും റബ്ബിൽ നീ പങ്കു ചേർക്കരുത്, ശിർക്ക് നീ ചെയ്യരുത്, അല്ലാഹുവിൽ നീ പങ്കു ചേർക്കരുത്. ആരാപ്പാണ് നബിയാണ് എന്നുമല്ല എന്നൊക്കെ പണ്ട് ലോകത്തെ അഭിപ്രായ വ്യത്യാസമുള്ള മഹാനായ മനുഷ്യനാണ് ലുഖ്മാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹമാണ് സ്വന്തം വീട്ടിൽ വളർന്ന മോനോട് പറയുന്നത്, മോനെ നീ ശിർക്ക് ചെയ്യരുത്, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് ഒപ്പിച്ച അപരാധം തന്നെയാണ്. നമുക്കൊന്നും ശിർക്കുണ്ടാവില്ല എന്ന ആ സമാധാനമല്ല. നമ്മൾക്ക് മുസ്ലിമീങ്ങളല്ലേ, നമ്മളെ വീട്ടിൽ ശിർക്ക് വരികയോ എന്ന വ്യാമോഹമല്ല. സ്വന്തം മകനോടാണ് ഒരു നബിയായ അല്ലെങ്കിൽ ഒരു വലിയായ ഒരു മഹാനായ മനുഷ്യൻ നൽകുന്ന ഉപദേശം, മോനെ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല, ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന ആ ഉപദേശം ഏറെ പ്രധാനമാണ്. അതേപോലെ ശിർക്കിനെ കുറിച്ച് റബ്ബിനെ കുറിച്ചെല്ലാം കൃത്യമായി മക്കൾക്ക് ബോധം നൽകിയ പ്രവാചകന്മാരുടെ കഥകളെ ധാരാളമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. യാക്കൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ സമയത്ത് പോലും മക്കളെ വിളിച്ചുകൂട്ടി നൽകുന്ന വസിയ്യത്ത് അല്ലാഹു തആല പറയുന്നു, അം കുൻതും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശയ്യയിലാകുമ്പോഴാണ് സ്വന്തം മക്കളെ എല്ലാം വിളിച്ചേർത്ത് ഒപ്പം നിർത്തി അദ്ദേഹം നൽകുന്ന വസിയ്യത്ത് തന്റെ സമ്പത്തിന്റെ കാര്യത്തിലല്ല, ദുനിയാവിന്റെ കാര്യത്തിലല്ല, അവിടെ മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല, നേരെ മറിച്ച് മരണമാസന്നമാകുമ്പോൾ ആ വാപ്പ നൽകുന്ന ഉപദേശം, മക്കളെ വാപ്പ ഫാത്തായി പോയാൽ ഏതൊരു ആരാധനയാണ് നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ ഏതാണ് ഇബാദത്ത് ചെയ്യുക എന്നാണ് വാപ്പ ചോദിക്കുന്നത്. ഇബ്രാഹിം ഇസ്മാഈൽ ഇസ്ഹാഖ ഇലാഹം വാഹിദ. വാപ്പ പ്രയാസപ്പെടേണ്ട, നിങ്ങൾക്ക് ആശങ്ക വേണ്ട, നിങ്ങൾ നിങ്ങളെ പിതാക്കന്മാരും പഠിപ്പിച്ച ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും എല്ലാം പഠിപ്പിച്ച ഏകനായ ആരാധ്യൻ ഇലാഹം വാഹിദ, ഏകനായ ആരാധ്യൻ ആ റബ്ബിനെ തന്നെയാണ് ഞങ്ങൾ തുറന്നും ആരാധിക്കുക. ആ കാലത്തിൽ വാപ്പാക്ക് ബേജാറ് വേണ്ട എന്ന് സമാധാനം കൊടുക്കുന്നു. വനഹ്നു ലഹു മുസ്ലിമൂൻ, ആ റബ്ബിനെ കീഴ്പ്പെട്ടുകൊണ്ട് മുസ്ലിം
മുസ്ലിമീങ്ങളായിക്കൊണ്ട് തന്നെ ഞാൻ ജീവിക്കും ബാപ്പ എന്ന് മക്കളുടെ മറുപടി കേട്ട് സമാധാനത്തോടെയാണ് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഒരു പ്രവാചകൻ ഈ ലോകത്ത് വഫാത്താകുന്നത്. അദ്ദേഹത്തിന്റെ ബാപ്പ നബിയാണ് ഇസ്ഹാഖ് നബി, പിതൃവ്യന്റെ എളാപ്പ നബിയാണ് ഇസ്മായിൽ നബി, വല്യപ്പ നബിയാണ് ഇബ്രാഹിം നബി, ആ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മകൻ നബിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ടാണ് ആ ഒരു പിതാവ് മക്കളെല്ലാം വിളിച്ചിട്ട് ചോദിക്കുന്നത്, മക്കളെ വാപ്പാടെ കാലശേഷം തൗഹീദ് തെറ്റിപ്പോകുമ്പോ നിങ്ങൾ പടച്ചറപ്പല്ലാത്തവരെ ആരാധിക്കുമോ നിങ്ങൾ എന്ന ആ ആശങ്ക കുടുംബനാഥനിലേക്ക് ആ പിതാവിന് ഉണ്ടായിരുന്നു എന്നർത്ഥം. അതേപോലെ നൂഹ് നബിയെ കുറിച്ച് കാണാം, ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് നബി തങ്ങൾ പറഞ്ഞു, നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി അല്ലാഹി നൂഹൻ ലമ്മാ ഹദറത്തുൽ വഫാത്ത്, നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാസന്നമാകുമ്പോൾ അദ്ദേഹം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്നി ഖാസിൻ അലൈക വസിയ്യ, ഞാൻ നിന്നോട് വസിയത്ത് പ്രത്യേകമായി പറയുകയാണ്. രണ്ട് കാര്യം, രണ്ട് കാര്യം മോനെ ഞാൻ എന്നെ ഉപദേശിക്കുന്നു, രണ്ട് കാര്യം ഞാൻ എന്നെ വിലക്കുകയും ചെയ്യുന്നുവെന്ന് മകനോട് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപദേശമാണ്. എന്താ രണ്ട് കാര്യം കൽപ്പിക്കുന്നത്? എന്തെങ്കിലും ദുനിയാവിന്റെ കാര്യമാണോ? സമ്പത്ത് ഇത് ചെയ്യണമെന്നാണോ? വീട് ആർക്ക് കൊടുക്കണമെന്നാണോ? അല്ല. ആ മുറുക്ക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നോട് എനിക്കുള്ള കൽപ്പന ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന, റബ്ബല്ലാതെ ആരാധനയില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തെ ഉപദേശം. കാരണം ഫഇന്ന സമാവാതി സബ്അ വൽ അർളീന സബ്അ ലൗ വദിഅന ഫീ കിഫ വവദിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ ലറജഹത് ബിഹിന്ന, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളുമെല്ലാം തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുതട്ടിൽ വെച്ചാൽ ലറജഹത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണ് ഭാരമുണ്ടാവുക മോനെ. അതുകൊണ്ട് ആ കാര്യത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. വലൗ അന്ന സമാവാതി സബ്അ വൽ അർളീന സബ്അ കുന്ന ഹൽഖതൻ മുബ്ഹമ ലഖസമതുഹുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് മോനെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പ്രത്യേകമായി ശ്രദ്ധിക്കണേ എന്നാണ് കൽപ്പിച്ച ഒന്നാമത്തെ കാര്യം. അതേപോലെ വിലക്കിയ ഒന്നാമത്തെ കാര്യം വഅൻഹാക അനിശ്ശിർകി വൽ കിബ്രി, രണ്ടു കാര്യങ്ങളോട് വിരോധിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് വഅൻഹാക അനിശ്ശിർകി, ശിർക്ക് ചെയ്യാൻ പാടില്ല. തൗഹീദ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അതിന്റെ മഹത്വം പറഞ്ഞു, എന്തുകൊണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ശേഷം പറയുന്നു വിലക്കുന്ന കാര്യം വഅൻഹാക അനിശ്ശിർകി, ശിർക്കിന്റെ കാര്യം മോനെ ഞാൻ എന്നോട് വിലക്കുകയാണ്. വൽ കിബ്ർ, രണ്ടാമത്തെ കാര്യം കിബ്റാണ്, അഹങ്കാരമാണ്. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റസൂലാണ്, 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാണ്. എന്നിട്ടാണ് ഈ ഉപദേശം മക്കൾക്ക് നൽകുന്നത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ, വജനുബനി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ ഞാനും എന്റെ മക്കളും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ എന്നാണ്. വജനുബനി, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണമേ, അകറ്റണമേ, വബനിയ എന്റെ മക്കളെയും അൻ അഅബുദൽ അസ്നാം, എനിക്ക് ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്ന റബ്ബേ നീ ഞങ്ങൾ അകറ്റണമേ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. സഹോദരങ്ങളെ, നമ്മൾ മാത്രം തൗഹീദ് പ്രകാരം ജീവിച്ചാൽ പോരാ എന്നർത്ഥം. നമ്മൾ മാത്രം പള്ളിയുമായി ബന്ധമുണ്ടായാൽ പോരാ, നമ്മൾ മാത്രം ഖുർആൻ ക്ലാസിൽ പഠിതാവായാൽ പോരാ, നമ്മൾ മാത്രം ദീനിന്റെ വഴിയിലുണ്ടായാൽ പോരാ, കുടുംബം കൂടെ ഉണ്ടാവണം. ആ കുടുംബത്തെ കൂടെ കൂട്ടാൻ സാധിക്കണം. അതല്ലെങ്കിൽ നാളെ നരകാഗ്നിയിൽ വെന്തെരിയുന്ന വിറകായി മാറുന്ന ഒരു ഭർത്താവിനെ, ഒരു ഭാര്യയെ, മാതാവിനെ, ഒരു പിതാവിനെ, മക്കളെ എല്ലാം ഒരു പക്ഷെ നമുക്ക് കാണേണ്ടി വന്നേക്കാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ വഴിയിലും അവരെ നന്മയുടെ വഴിയിൽ അവരെ കൂടെ നമ്മൾ ഉണ്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുരക്ഷിക്കുക നരകത്തിൽ എന്ന ആയത്തിനെ കാണിച്ചുകൊണ്ട് നാലാം ഖലീഫ അലി ബിൻ ത്വാലിബ് റളിയല്ലാഹു പറയുന്നു, അതായത് അൽലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ അവർക്ക് അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ദീൻ അവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അൽലിമൂഹും, ദീനിന്റെ അറിവുകളെ നിങ്ങൾ പകർന്നു കൊടുക്കുക. വഅദ്ദിബൂഹും, അദബുകളെ എല്ലാം നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക എന്നാണ് ആയത്ത് വെച്ച് നാലാം ഖലീഫ അലി ബിൻ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുന്ന വിശദീകരണം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കൂടെ മക്കളും വരട്ടെ, പള്ളിയിലേക്ക് വരാൻ
വരാൻ സാഹചര്യമുള്ള ഭാര്യമാർ, മാതാപിതാക്കൾ, സഹോദരിമാർ, മക്കൾ അവരൊക്കെ പള്ളിയിൽ വരട്ടെ എന്നത് കൃത്യമായി ശ്രദ്ധിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയാണ്, കാനത്ത് ഇംറഅത്തുൻ ലിഉമറ തശ്ഹദു സ്വലാത്ത സുബ്ഹി വൽ ഇശാഇ ഫിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്. ഇബ്നു ഉമർ ഖത്താബിന്റെ മകൻ പറയാണ്, എന്റെ പിതാവ് ഉമറിന്റെ മറ്റൊരു ഭാര്യ അവർ പള്ളിയിൽ വരാറുണ്ട്. സ്വലാത്ത സുബ്ഹി വൽ ഇശാ, സുബ്ഹി നിസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും പോലും അവർ വരാറുണ്ട്. ഫിൽ ജമാഅത്തി, ജമാഅത്തിന്, ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഇവർ വരാറുണ്ട് എന്നാണ്. പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുവാനായി ഉമർ ഖത്താബിന്റെ ഭാര്യ ആതിക, അബ്ദുള്ളയുടെ മാതാവല്ല, മറ്റൊരു ഭാര്യയാണ്. ഉമർ ഖത്താബിന്റെ ഭാര്യ ആതിക റളിയല്ലാഹു അൻഹാ അവർ പള്ളിയിൽ വരാറുണ്ട്. സുബ്ഹിക്കും അതേപോലെ ഇശാഇനുമൊക്കെ അവർ ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ട് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പ്രത്യേകമായി എടുത്തു പറയുന്നത്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്ന നിസാഅൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഫജ്ർ നിസ്കാരത്തിന് സത്യവിശ്വാസ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട്. മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന, അവരുടെ പുതപ്പുകളെ മൂടിപ്പുതച്ചുകൊണ്ട് അവർ വരുമായിരുന്നുവെന്നാണ്. ഒന്നാകെ മൂടിപ്പുതച്ച് ആരും കാണാത്ത രൂപത്തിൽ വേഷം സ്വീകരിച്ചുകൊണ്ട് ആ സഹോദരിമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സുബ്ഹി ജമാഅത്തിന് വേണ്ടി വരാറുണ്ട്. ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفن احد من الغلس. നിസ്കാരം കഴിഞ്ഞ് അവർ അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഇരുട്ട് കാരണം ആരാണ് പോകുന്നത് എന്ന് പോലും അറിയുമായിരുന്നില്ല. അഥവാ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോഴും ഇരുട്ടായിരുന്നു. അത്രയും നേരത്തെ നബിതങ്ങൾ നിസ്കരിക്കാറുണ്ട് എന്ന സൂചന കൂടി അതിലുണ്ട്. അങ്ങനെ ആ ഇരുട്ടത്ത് പോലും തങ്ങളുടെ പടങ്ങളെ മൂടിപ്പൊതിച്ചുകൊണ്ട് നബിയുടെ കൂടെ പള്ളിയിൽ ജമാഅത്തിൽ സ്ത്രീകൾ വരാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നബി തങ്ങൾ പ്രത്യേകമായി ഉപദേശിച്ചു, ലാ തദഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നിങ്ങൾ തടയാൻ പാടില്ല എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. നിങ്ങൾ ഭാര്യമാരാരെങ്കിലും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം നൽകണമെന്ന് നബി തങ്ങൾ ഭർത്താക്കന്മാരെ പ്രത്യേകമായി കൽപ്പിക്കുകയും ചെയ്തൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം കൂടെ ഉണ്ടാവട്ടെ. ദുനിയാവിൽ മാത്രം കുടുംബമായി ജീവിച്ചാൽ പോരാ, മരിക്കുന്നത് വരെ എന്റെ ഭാര്യ, എന്റെ മക്കള് എന്ന് പോരാ, അവിടെ അങ്ങോട്ട് വേണം. അവർ പോയി കളിക്കുമ്പോൾ നമുക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ, നമുക്ക് വേണ്ടി നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ പ്രാർത്ഥിക്കണമെങ്കിൽ ആ ഒരു ബന്ധം ഉണ്ടാക്കി വെച്ച് പോകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇന്ന് മരിച്ചാൽ നമ്മൾ അവസാനിച്ചു. നമ്മൾ മരിച്ച നമ്മുടെ സ്വത്തൊക്കെ ഓഹരി വെച്ചെടുത്ത് അവരവരെ പാട്ടിന് പോയി, നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ അതൊക്കെ അവിടെതായി മാറി. പിന്നെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അതല്ല വേണ്ടത്. അവർ പോയി കഴിയുമ്പോഴും പഠിച്ചവത്തെ എന്റെ ഉമ്മാക്ക്, എന്റെ വാപ്പാക്ക് നീ കൊടുത്തു കൊടുക്കണേ എന്ന എന്ന ഒരു പ്രാർത്ഥന ഉള്ളെന്ന് വരണമെങ്കിൽ ദീനിയായ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടാകണം. നാളെ പരലോകത്തും കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്തണം. സ്വർഗത്തിൽ കുടുംബസമേതം വേണം. എടുത്തു പറഞ്ഞ ഒരു വലിയ ഓഫറാണല്ലോ. ഈമാൻ സ്വീകരിക്കുകയും ആ ഈമാനിൽ തങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കൂടെ കൂട്ടുകയും ചെയ്ത ആളുകൾ അവരുടെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുമെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുടുംബസമേതം സ്വർഗത്തിലേക്കും എത്തണം. അല്ലാതെ ഇവിടെ ഒരു 10, 20, 30, 40 കൊല്ലം കുടുംബമായി ജീവിച്ചുകൊണ്ട് മാത്രം എന്തു നേടാനുണ്ട്? 25, 30 വയസ്സാകുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. ഒരു 60, 70 വയസ്സ് വരെയാണ് ജീവിക്കുന്നത്. ആ ഒരു 10, 30, 40 കൊല്ലം മാത്രം ഒരു സ്വസ്ഥമായി ജീവിച്ചുകൊണ്ട് മാത്രം എല്ലാമായി എന്നാണോ? അല്ല സഹോദരങ്ങളെ, അതിനപ്പുറത്ത് സ്വർഗത്തിലേക്കും അതേപോലെ ബർസഖി ലോകത്തേക്കുമെല്ലാം ഈ കുടുംബ ജീവിതം നമുക്ക് ഉപകാരമായി മാറേണ്ടതുണ്ട്. അത് ദീനിയായ കുടുംബമായി കുടുംബം മാറണം. വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കൾക്ക് സാധിക്കണം. ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കൾക്ക് സാധിക്കണം. ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും അവർക്ക് വേണ്ടി ഒന്ന് കൈയുയർത്തി അല്ലാഹുവിനെ പുറത്തു കൊടുക്കണേ എന്ന് ഉള്ളത് തേട്ടം വേണമെങ്കിൽ ദീനിയായ ബോധമുണ്ടാകണം. അതുകൊണ്ട് മക്കൾ, കുടുംബം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. പള്ളിയിലേക്ക് ഒരു വരട്ടെ, ഖുർആൻ ക്ലാസ് വരട്ടെ, ദീനിയായ സംരംഭങ്ങൾ അവരും ഭാഗമാക്കാവട്ടെ. ഈ വരാൻ സാഹചര്യം അനുകൂലമല്ല എങ്കിൽ ഇന്നെമ്പാടും സംവിധാനമുണ്ട്. വീടുകളിൽ വെച്ച് തന്നെ ഇതെല്ലാം പഠിക്കാനും കേൾക്കാനുമുള്ള എമ്പാടും സംവിധാനങ്ങൾ. അതല്ലാതെ എല്ലാ തിന്മയും എല്ലാ തോന്നിവാസങ്ങളും സോഷ്യൽ മീഡിയകളും മക്കളെ കാവടിക്കാണ്
നമ്മളാരും വിളിച്ചാൽ വരില്ല, ഞാൻ വിളിച്ചാൽ വരില്ല, അവരെ കിട്ടുകയില്ല എന്ന ന്യായങ്ങളൊന്നും സഹോദരങ്ങളെ ന്യായങ്ങളല്ല. നമ്മുടെ മക്കൾ നാളെ നരകത്തിൽ കടന്ന് വെന്തരിയുന്ന ആ നരകത്തിന്റെ ഇന്ധനമായി വിറകായി മാറുന്ന രംഗം കാണേണ്ട ഹതഭാഗ്യവാന്മാരായി മാറുന്നത് ഗൗരവമായി കാണുക. അല്ലാഹു നമുക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കുടുംബനാഥന്മാർ എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരാമർശിച്ചത്. പരിശ്രമത്തിന്റെ കൂടെ പ്രാർത്ഥന കൂടി അതിൽ പ്രധാനമാണ്. കുടുംബാംഗങ്ങൾ പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. കുടുംബനാഥന്മാർ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച കുടുംബനാഥന്റെ പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. കേവലം ചൊല്ലി പറഞ്ഞു പോവുക എന്നതല്ല നാം അതിൽ കാണേണ്ടത്. എന്താണ് പ്രാർത്ഥന ആശയം? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് നീ കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ അല്ലാഹ്. ഞങ്ങളെ മുത്തഖീങ്ങളെ ഇമാമാക്കണേ. ആര്? എന്നെയും എന്റെ ഭാര്യമാരെയും എന്റെ മക്കളെയും ഒക്കെ മുത്തഖീങ്ങളെ ഇമാമാക്കണേ അല്ലാഹ്. മനസ്സറിഞ്ഞാത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയോ എന്ന് ആദ്യം ആലോചിക്കും. ചൊല്ലിപ്പറഞ്ഞു പോകാനൊക്കെ പറ്റും. എന്നെയും എന്റെ കുടുംബത്തെയും മുത്തഖീങ്ങളെ ഇമാമാക്കണേ എന്ന പ്രാർത്ഥന അതിന് പറ്റുമോ? നമ്മൾ 4 മുത്തഖീങ്ങൾ ചേർന്നാൽ മുമ്പിൽ നിൽക്കാവുന്നവരായി നമ്മൾ മാറുക. 4 മുത്തഖീങ്ങളെ കുടുംബങ്ങൾ ചേർന്നാൽ നേതൃത്വം കൊടുക്കാവുന്ന കുടുംബമായി നമ്മുടെ കുടുംബം മാറുക. മുത്തഖീങ്ങളെ ഇമാം, നീ ഞങ്ങളെ മുത്തഖിയാക്കണേ എന്നല്ല പ്രാർത്ഥന. നീ ഞങ്ങളെ മുത്തഖിയാക്കുക എന്നല്ല, മുത്തഖീങ്ങളെ ഉൾപ്പെടുത്തണേ എന്നല്ല, മുത്തഖീങ്ങളെ ഇമാമാക്കണം. നീ ഞങ്ങളെ മുത്തഖീങ്ങളെ ഇമാമാക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പള്ളിയിൽ കൂടിയ തഖ്വയുള്ള മനുഷ്യന്മാർ, മുത്തഖീങ്ങളായ ആളുകൾ, അവർക്കെല്ലാം മുമ്പിൽ നിൽക്കാവുന്ന ഇമാമ് നിൽക്കാവുന്ന ഒരു കുടുംബമാണ് എന്റെ കുടുംബമെന്ന് സമാധാനിക്കാൻ എല്ലാ വിശ്വാസികൾക്കും സാധിക്കണമെന്നല്ലേ ഈ പ്രാർത്ഥനയുടെ ആശയം. അത് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണം. കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആ അതൊരു ആദർശബന്ധം കൂടിയാണ്, ദീനിയായ ഒരു തിരിച്ചറിവ് കൂടിയാണ്. നമ്മുടെ സഹോദരങ്ങളെ, പരിശ്രമം ഉണ്ടാവുക, അതോടൊപ്പം ദുആ ചെയ്യുക. ഉപദേശിക്കുന്നതെല്ലാം ഉപദേശിക്കുക. മക്കൾക്ക് കൊടുക്കേണ്ട എന്തെല്ലാം ഉപദേശമുണ്ടോ അതെല്ലാം നൽകിക്കൊണ്ടിരിക്കുക. ഉമർ ഖത്താബിന് മുമ്പിൽ ഒരു പിതാവ് വന്ന് മകനെ കുറിച്ച് ആക്ഷേപം പറയുന്നു. എന്റെ മകൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എന്റെ മകനെ ഒന്നിനും എനിക്ക് കിട്ടുന്നില്ല, ഞാൻ പറഞ്ഞ വഴി മകൻ വരാൻ തയ്യാറാകുന്നില്ല, മകന്റെ അനുസരണക്കേട്, ഇവിടെ ധിക്കാരത്തെ കുറിച്ച് പിതാവ് ഖലീഫയോട് വന്ന് ആവലാതി പറയാം. ഖലീഫ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്വേഷിച്ചു. ആ മകനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വാപ്പ പറഞ്ഞെല്ലാം ശരിയാണ്. വാപ്പ പറഞ്ഞപ്പോൾ തന്നെ ആ മകൻ അനുസരണയില്ലാത്ത മകനാണ്, ധിക്കാരിയായ മകനാണ്, സ്വഭാവം മോശമാണ്. ഉമർ ഖത്താബ് അന്വേഷിച്ചപ്പോൾ ബോധ്യമായി മകൻ മോശക്കാരനാണ്. ഉമർ ഖത്താബ് വാപ്പാക്ക് ശിക്ഷയാണ്. വാപ്പാക്കാൾ ശിക്ഷ ചെയ്യാൻ ആ മകൻ അങ്ങനെ കാരണക്കാരൻ വാപ്പയാണ്. ആ മകൻ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട ശിക്ഷണങ്ങൾ നൽകിയിട്ടില്ല, ഉപദേശങ്ങൾ ലഭിച്ചിട്ടില്ല, ദീനിയായ ബോധമുണ്ടായിട്ടില്ല. അത് വാപ്പയുടെ ഉത്തരവാദിത്തത്തിൽ വന്ന വീഴ്ചയാണ്. അതുകൊണ്ടാണ് മകൻ അങ്ങനെയായി പറഞ്ഞത്. ആ വാപ്പയെ ശിക്ഷിക്കാനാണ് ഉമർ ഖത്താബ് അവിടെ കൽപ്പിച്ചത് എന്ന് കാണാം. സഹോദരങ്ങളെ, നമ്മിൽ പലരുടെയും അവസ്ഥ അത് തന്നെയല്ലേ. മക്കള് പഠിച്ച് ഡിഗ്രിയും അതിനപ്പുറത്തേക്കുമെല്ലാം പഠിച്ചു കഴിഞ്ഞു പല വാപ്പാരും പഠിക്കും. ഒന്ന് കൊണ്ടുവരാൻ മകനെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കും.
ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, വിളിച്ചെടുത്ത് വരുന്നില്ല, അവനെ കൂട്ടിയൊന്ന് വന്നാൽ നിങ്ങൾ സംസാരിക്കുക, അതേ എന്ന് പറഞ്ഞാൽ പോലും കൂട്ടിക്കൊണ്ടുവരാൻ മക്കളെ കിട്ടുന്നില്ല. പിന്നെ വിളിക്കാൻ പോരുന്നില്ല, വരാൻ തയ്യാറാകുന്നില്ല. ഒരു നമ്പർ തരാം, നമ്മളൊന്ന് വിളിച്ചു നോക്കൂ. എന്തേ അങ്ങനത്തെ അവസ്ഥ ഉണ്ടായത്? ബാപ്പാനെ വിളിച്ചാൽ വരാത്ത മക്കളോ, ഉമ്മമാരെ വിളിച്ചാൽ വരാത്ത മക്കളോ എങ്ങനെ ഉണ്ടായി? ആരാ ഉത്തരവാദികൾ? നമ്മൾ തന്നെയാണ്, മറ്റാരും. സഹോദരങ്ങൾ, തിരിച്ചറിവ് ആ രംഗത്തെല്ലാം ഉണ്ടാവേണം. നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ എമ്പാടും സാഹചര്യങ്ങൾ ഇന്ന് നാട്ടിലുണ്ട്. ദീനിന്റെ വഴിയിൽ തള്ളിക്കൊണ്ടുപോകാൻ, തട്ടിക്കൊണ്ടുപോകാൻ എമ്പാടും സംവിധാനങ്ങൾ ഇത് നാടുകളിൽ. തിന്മയുടെ കുത്തൊടിക്കലാണ് മക്കൾ ജീവിക്കുന്നത്. ക്യാമ്പസുകൾ, അങ്ങാടികൾ, അവർ കാണുന്ന ഇടപെടുന്ന എല്ലാ മേഖലയും തിന്മകൾ നിറഞ്ഞ മേഖലയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒളിച്ചോടി പോകാൻ കഴിയും. അതിനിടയിലാണ് ജീവിക്കേണ്ടത്. ആവശ്യമായ ആയുധം നൽകുക. ഈമാനാകുന്ന, ഇൽമാകുന്ന, അറിവാകുന്ന, വിശ്വാസമാകുന്ന ആയുധത്തെ നൽകൽ മാത്രമാണ് പരിഹാരമാണ്. അല്ലാഹ് കാണുന്നുണ്ടെന്ന ബോധം ചെറിയ പ്രായത്തിലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് പ്രധാനം. മദ്രസയിൽ മക്കൾ വരട്ടെ, മദ്രസയിൽ മക്കൾ വരട്ടെ. മക്കൾ മദ്രസ പഠിക്കുന്നില്ല, ഇംഗ്ലീഷ് മീഡിയമാണ്, സ്കൂളാണ്, ദീന് പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ചെറിയ പ്രായം മുതലേ ദീനിയായ വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ ഖുർആൻ പോലും ഓതാൻ അറിയാതെ പോയെങ്കിൽ പിന്നെ ആ മക്കൾ നാശമായി എന്ന് അവരാദ്യം അർത്ഥമൊന്നുമില്ല. നമ്മളാലോചിക്കാൻ എന്റെ മക്കൾക്ക് ഖുർആൻ ഓതാൻ അറിയുമോ? ഓതാറിയുമോ മക്കൾക്ക് ഇല്ലെങ്കിൽ ആരാ ഉത്തരവാദി? ഒരു പഠിക്കേണ്ട സമയത്ത് അത് പഠിപ്പിച്ചിട്ടില്ല, മദ്രസയിലേക്ക് പോയിട്ടില്ല, പേരിന് വേണ്ടി മാത്രം പോയി പോകുന്ന ആളുകൾ. പള്ളിയിലേക്ക് വരാറില്ല, ജമാഅത്തിനെ കൊണ്ടുവരാറില്ല, നിസ്കാരത്തിന് വരാറില്ല, നിസ്കരിച്ചോ ചോദിക്കില്ല. സ്കൂളിൽ ചേർക്കുമ്പോൾ സ്കൂളിൽ പോയ എന്റെ മകൻ എവിടെ നിസ്കരിക്കുക ആലോചിക്കാറില്ല. തൊട്ടടുത്ത സൗകര്യമുണ്ടോ, പള്ളിയുണ്ടോ, ഇല്ലെങ്കിൽ സ്കൂളിൽ വരുന്ന സംവിധാനമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെങ്കിലും സംസാരിച്ച് സൗകര്യം തീർക്കണമെന്ന് പറയാൻ രക്ഷിതാവെന്ന നിലക്ക് നമ്മളാരും ആലോചിക്കുന്നില്ല. പല സ്ഥലത്തും പോയി ചേർക്കുന്നു, ജില്ല വിട്ട്, സ്റ്റേറ്റ് വിട്ട്, രാജ്യം വിട്ട്, വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി പോലും മക്കളെ, പെൺമക്കളെ പോലും കൊണ്ടുപോയി ചേർത്ത് 2, 3, 4 കൊല്ലം അവരവിടെ സ്വതന്ത്രമായി ജീവിച്ച് തിരിച്ചു വരുമ്പോൾ പക്ഷേ വലിയ സർട്ടിഫിക്കറ്റുമായി വരുമെന്നല്ലാതെ ഭാഗ്യം നഷ്ടമായിട്ടുണ്ടാകും. പിന്നെ അവരെ കുറ്റാക്ഷേപം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സഹോദരങ്ങൾ, തിരിച്ചറിവ് പ്രധാനമാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിങ്ങൾ കാക്കണേ. അതിന്റെ ഇന്ധനം മനുഷ്യരാണ്, കല്ലുകളാണ്. നരകത്തിന്റെ ഇന്ധനം, അതിന്റെ വിറക് കല്ലാണ്, മനുഷ്യരാണ്. നമ്മളാകുന്ന പച്ച മനുഷ്യന്മാർ നരകത്തിന്റെ വിറകായി മാറുന്നത്. എന്റെ മക്കൾ, എന്റെ മാതാപിതാക്കൾ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് നാളെ നരകത്തിന്റെ വിറകായി മാറുന്നത് എന്ന തീരുമാനമാണ്, നിർബന്ധ ബുദ്ധിയാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. അതിൽ നിന്നുണ്ടാകുന്ന പരസ്പര ഉപദേശങ്ങൾ, പരസ്പരമുള്ള ഉപദേശങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതിലൂടെ മാറ്റം വരും. കുടുംബം മാറട്ടെ. കുടുംബം മാറിയെങ്കിലേ നമുക്കും ദീനപ്രകാരം ജീവിക്കാൻ കഴിയും. ഭാര്യമാർക്ക് ദീനുണ്ടെങ്കിലേ ഭർത്താക്കന്മാർക്ക് ദീനപ്രകാരം ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സാധിക്കില്ല. മക്കൾ ദീനായി വളരണമെങ്കിൽ ആ ഭാര്യമാർക്ക് ദീനുണ്ടാകണം, അല്ലെങ്കിൽ മക്കളെ അതൊക്കെ വളർത്താൻ കഴിയില്ല. സാഹചര്യം പ്രധാനമാണ്. വീട്ടിലെ സാഹചര്യം ദീനിയായ സാഹചര്യമല്ല എങ്കിൽ ആ വീട്ടിൽ നിന്ന് വരുന്നവർ ദീനുപ്രകാരം വളരുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് മക്കൾക്ക് ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് വേണം അവരെവിടെ പഠിക്കണം, ഏത് സ്ഥാപനത്തിൽ പോകണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. അവരെല്ലാം തീരുമാനിച്ചു വെക്കേണ്ടതല്ല. അവരൊരുമിച്ച് കൂടി അവർ സുഹൃത്തുക്കൾ മൊത്തത്തിൽ പ്ലാൻ ചെയ്തു. അവരൊക്കെ അവിടെയാണ്, ഞാനും അവിടെയാണ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ എന്താ ചെയ്യാം, ഞാൻ പറഞ്ഞ അവർ വരുന്നില്ല എന്ന് പറഞ്ഞ അവന്റെ വഴിക്ക് വിട്ട് ലക്ഷങ്ങൾ ഓരോ വർഷവും ഫീസായും അല്ലാതെയും ഒക്കെ ചെലവഴിച്ച് അവസാനം സർട്ടിഫിക്കറ്റ് വാങ്ങി പോരാമെന്നല്ലാതെ അതിനപ്പുറത്ത് നമ്മുടെ മകൻ നരകത്തിന്റെ ഇന്ധനമായി മാറുന്ന ആ വല്ലാത്ത രംഗം കാണേണ്ട ഭാഗ്യം കെട്ട മാതാപിതാക്കളായി മാറുമെന്ന ആ ഒരു തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാവുക. അല്ലാഹു തആല നമ്മെ, നമ്മുടെ കുടുംബത്തെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദീനിയായവരെ ജീവിക്കുന്ന കുടുംബാന്തരീക്ഷം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
والمصيبات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.